ഇപ്പൊ ഇതിനകത്ത് പാടുന്നു പൂർണ്ണിമ ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും ഒരു അല്ല അന്ന് ആന്റിക്ക് അറിയായിരുന്നു ഇവര് ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു ഇടയ്ക്ക് ഇതെന്താണ് രാജീവേ ഇത് തമ്മിൽ രാജീവനോട് പറയും ഇതെന്ത് ഇവര് ഇപ്പൊ പതിവില്ലാതെ എന്താ അറിയണ്ട കുട്ടിക്ക് അത് എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത്. കാരണം അമ്മയുടെ എന്തെങ്ങനെ ഒപ്പിച്ചു സോറി കോ ആർട്ടിസ്റ്റ് അമ്മ നിങ്ങളുടെ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനിടയിൽ സാധാരണ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നാൽ തന്നെ അയ്യോ കൂടെ അമ്മയുണ്ട് എന്നുള്ളൊരു പേടിയൊക്കെ വരും. പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ നിങ്ങൾ അത് മൂവ് ചെയ്ത് കൊണ്ടുപോയി? ഒരിക്കലും നമ്മള് ഒന്നാമത്തെ കാര്യം എനിക്കിതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമോ എന്നാലും പറഞ്ഞു പോകേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതേ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഭാഷയും പറഞ്ഞാൽ ഭാഷയും കൂടെ നോക്കി ഇന്നത്തെ ഭാഷയിൽ വൈബ് എന്ന് പറയുമല്ലോ അതുപോലെ സമപ്രായക്കാരൻ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും എല്ലാരും പ്രായം ചെന്നവരാ. പിന്നെ ഞാൻ ഈ വയസ്സായ ആൾക്കാരുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കും. ഞാൻ എന്നെ കൊണ്ടിപ്പിക്കും അതെടുക്കൂ ഇതെടുക്കൂ കുട്ടി ലൈറ്റ് ഓഫ് ചെയ്യൂ ഫാൻ ഇടൂ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന 19 വയസ്സല്ലേ ഉള്ളൂ. 19-20 വയസ്സ് സമയത്ത് അതേ സമപ്രായക്കാര് സിനിമ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കോ ആക്ടേഴ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിപ്പോ ഞാൻ പെയ്തു പൊഴിയാതെ എന്ന് പറയുന്ന സീരിയലില് ഒന്നാമത് എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആണ്. ഞാൻ എറണാകുളം വിട്ട് തിരുവനന്തപുരം തന്നെ കുറേ ലോങ് ആദ്യമായിട്ടാണ് അത്രയും ലോങ് ഡേയ്സ് മാറി നിൽക്കുന്നതെല്ലാം. പിന്നെ നമുക്ക് ഒരു ഷോട്ട് കഴിഞ്ഞ് അഭിനയിച്ചാൽ ബുക്ക് വായിക്കും അത്രേ ഉള്ളൂ. പിന്നെ അതല്ലാതെ കുറെ നേരം ക്യാമറ അദ്ദേഹത്തിന്റെ കൂടെ പോയി സഹായിക്കും, കുറെ നേരം ഡയറക്ടർ സാറിനെ കൂടെ പോയി സഹായിക്കും. ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഈ പറയുന്ന പോലെ ഇന്ദ്രൻ നാഗർകോയിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ദ്രൻ ഈ അമ്മേനെ ലൊക്കേഷനിൽ കൊണ്ടുവിടാൻ വരും. പിന്നെ ലോങ് വീക്കെൻഡ്സ് ഉള്ള സമയത്തൊക്കെ സെറ്റിൽ വരും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. ഒബ്വിയസ് ആണല്ലോ. ഇപ്പൊ ഇന്ന് ഏതെങ്കിലും നമ്മളുടെ വീട്ടിലൊരു ഗ്യാതറിംഗ് നോക്കിയാൽ തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും സമപ്രായക്കാരോടൊപ്പം അല്ലേ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. പിന്നെ സെയിം ടേസ്റ്റ് ഓഫ് മ്യൂസിക് ആണ്. പറയുന്ന കാര്യങ്ങളിലും കുറേ ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. ആൻഡ് I don't know what happened, when happened, it just happened. Yeah. അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. ബിക്കോസ് ഇപ്പോൾ 20 ഈ പറയുന്ന ഈ ദിവസം തൊട്ട് ഇന്ന് വരെ നിൽക്കുകയാണെങ്കിൽ ഈസിലി ഒരു 25 വർഷമായി. സോ ആ മാജിക് ഇപ്പോൾ 25 years ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം. വലിയൊരു കാര്യം തന്നെയാണല്ലോ ഇന്നത്തെ കാലത്ത്. വളരെ നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇന്നത്തെ കാലത്തിന്റെ എന്നുള്ളതല്ല, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആസ് പീപ്പിൾ നമ്മൾ മാറുമല്ലോ. 20കളിൽ നമ്മളല്ലല്ലോ 30കളിൽ നമ്മൾ, അതല്ല 40കളിൽ. അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റണ്ടേ? ലോകം മാറുന്നത് വേറെ വിഷയം. നമ്മളുടെ മാറ്റത്തിനോടൊപ്പം തന്നെ നമ്മളുടെ റിലേഷൻഷിപ്സും ചുറ്റുമുള്ള ആൾക്കാരെയും മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കംഫർട്ട് ആവുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഒരു ആങ്കറാണ്. അപ്പം ഇന്ന് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ അതിനൊരു കൾച്ചർ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ്. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും അല്ല, പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ചില സമയത്ത് എനിക്ക് പേഴ്സണലി വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട്. പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ആങ്കറിങ്ങിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. ഇപ്പം ഇന്റർവ്യൂസ് ഇതേപോലെ കഥ ഇതുവരെ അല്ലാതെ തന്നെ ഒത്തിരി നല്ല നല്ല ഇന്റർവ്യൂ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ കണ്ട് ഒരുപാട് നമ്മുടെ അപ്പൂസൊക്കെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. കഥ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇങ്ങനെ ഒരു ഷോ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കഥ ഇതുവരെ ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ഒരു മാറ്റം ഇപ്പം ഞാനിത് പറയാൻ കാരണം മല്ലികാമ്മേനെ ഏത് ഇന്റർവ്യൂവിൽ കണ്ടാലും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മരുമക്കളെ പറ്റിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പോയി പറയുകയും ചെയ്യും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കും. അത് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അമ്മ നല്ല മിടിക്കുക. അമ്മയ്ക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അമ്മ തരുന്നുണ്ടല്ലോ, അത്ര അറിഞ്ഞാൽ മതി എനിക്ക്.
സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡ്, എന്താണ് പ്രേക്ഷകന് വേണ്ടത്, എന്താണ് ചാനലിന് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയം. അമ്മയുടെ ഞാനെപ്പോഴും അത് പല ഇന്റർവ്യൂസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പ്രായത്തിൽ അത്രയും റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ ജനതയ്ക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്നത്തെ ജനതയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അമ്മ അതിൽ മിടിക്കുകയാണ്. ഞങ്ങളുടെ ചാനലിൽ തന്നെ വന്ന പ്രോഗ്രാമിൽ വന്നൊരു വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ ആൻസർ പറഞ്ഞു, ഇത് കേട്ടിട്ട് മരുമക്കളുടെ റെസ്പോൺസ് നമ്മൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആക്ച്വലി വേറെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ട്രോളാണ് കേട്ടോ, ഞങ്ങൾ ചാനലുകാർക്കുള്ള ട്രോൾ. കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടം? അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 3 ആളുടെ പേര് പറയാം, അതിൽ ഒരാളുടെ പേര് മല്ലികാന്റി പറഞ്ഞേ പറ്റുള്ളൂ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടികൾ ഇവരിൽ ആരാണ്? അലങ്കൃത, പ്രാർത്ഥന, നക്ഷത്ര. ഇഷ്ടമില്ലാത്തത് നീ പറയാട്ടാ. ഏറ്റവും സെൽഫിഷായ മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇത് നിങ്ങൾക്കെതിരെയുള്ള ട്രോളാണ്. മല്ലികാന്റി പോലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ദ്രനാണോ പൃഥ്വിയാണോ? നല്ല മക്കൾ ഇവരാരാണ്? ഇതിന്റെ വേറെ സംഭവം ഒറിജിനൽ സാധനം ഞങ്ങളുടെ ചാനലില് മല്ലികാമ്മയുടെ ഷോ വന്നപ്പം വന്ന ക്വസ്റ്റ്യൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരെടുത്തായിരിക്കും? സുപ്രിയ. എനിക്കത് ഇഷ്ടമേ അല്ല. ഞാൻ എന്നെ കിട്ടത്തില്ല പോരിന്. ഞാൻ ഇവരുടെ കൂടെ താമസിക്കത്തില്ലല്ലോ. പിന്നെ പോരെടുക്കാൻ ഇതെങ്ങനെ പോരെടുക്കുന്നത്? ഞാൻ നിൽക്കത്തില്ല. ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാ കൂടെ ശ്രദ്ധിക്കാതെ. അതല്ല, അതുകൊണ്ടാണ് ഈ സ്നേഹം. നമ്മള് കൂടെ കിടന്ന് വരവയാ തീർന്നു കാര്യം, അതോടുകൂടി തീർന്നു. അല്ല, എന്നാൽ ഒരു ഇച്ചിരി മല്ലികാന്റിക്ക് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാണ്? നിങ്ങൾക്കിത് എന്താണ് എന്തറിഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എനിക്കതറിയാം. ഏത് ഉത്തരം കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എന്താ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് കേൾക്കുമ്പോ എന്താ തോന്നുന്നു ശരിക്കും? ഇല്ല, എനിക്ക് അങ്ങോട്ടാ ചോദിക്കാനുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതനുസരിച്ച് ഉത്തരം തരാലോ എന്ന് വെച്ചിട്ടാ ചോദിക്കണം കേട്ടോ. എന്ത് കേട്ടാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം? സത്യം പറയല്ലോ, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആളല്ല. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഈ ഇന്റർവ്യൂസ് ഞാനിപ്പോ സിനിമ കുറെ ഇന്റർവ്യൂസ് ചെയ്യണ്ടല്ലോ. ഇത് ഒരു മാറ്റമാണ് ആക്ച്വലി, സമയത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. ഇങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇറലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ആങ്കർ ചോദിക്കുന്നതിനെ പറ്റി ആ ഒരു ജോലിയിൽ ഇരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു പേഴ്സണൽ റൂളുണ്ട്. ഞാൻ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ അതിപ്പോ ഒരു ഇന്റർവ്യൂവർ എന്ന രീതിയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നപ്പം കഥ ഇതുവരെ ചെയ്തപ്പോഴാണെങ്കിലും അത് കഥ ഇതുവരെയിലാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ജേർണി ആയിരുന്നു കഥ ഇതുവരെ എന്ന് പറയുന്ന ആ സമയത്ത്. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള കുറേ മഹത്തായിട്ടുള്ള വ്യക്തികളും അവരുടെ ജീവിത പാഠങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറേയാണ്. കാരണം ഞാൻ അവരെ മുമ്പിൽ ഇരുത്തുന്നതിന് മുന്നേ കുറേ അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് ഒരാഴ്ചയോളം അവരുമായി മാനസികമായി സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് അവരെ കൊണ്ടിരുത്തുന്നത്. ആ സമയത്ത് എനിക്ക് ആ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന സന്തോഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന കുറച്ച് നിമിഷങ്ങൾ മനസ്സിൽ കൊടുക്കണം എന്നത് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. എൻ്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവണം. ഞാൻ എൻ്റെ ഏറ്റവും ട്രൂ സെൽഫായിരുന്നു അവിടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെമ്മറബിൾ മൂമെൻ്റ് ആയിരുന്നു ഞാൻ ഈ ഇന്റർവ്യൂവിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് എന്ന ആ ഒരു ഹോസ്റ്റിന് ആ ഒരു ഗസ്റ്റിന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള ഇന്റർവ്യൂസേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. ഒരിക്കലും മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കരുത് എന്ന് തന്നെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള അതെൻ്റെ പേഴ്സണൽ സംഭവമാണ്. റൂൾ ബുക്കിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഇന്റർവ്യൂസും ചെയ്യാത്തത്. കാരണം ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, കംഫർട്ട് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളവർ ആൻസർ പറയും, ചിലവർക്ക് അത് അൺകംഫർട്ടബിൾ ആണ്, അവരത് പറയില്ല. പക്ഷെ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾക്കൊരു സർട്ടൻ കോളം ബുക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ?
എനിക്ക് അങ്ങനെ ആരില്ല. ഞാൻ ചെയ്തിരുന്ന ഷോയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വന്തമായി പറയാറുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, ഞാൻ ഇന്ന രീതിയിലേ ചെയ്യുള്ളൂ എന്ന് എനിക്കതേ സ്വന്തമായി തന്നെ. പറ്റുള്ളൂ. എനിക്കതേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒരാൾ അൺകംഫർട്ടബിൾ ആക്കാൻ പറ്റില്ല.